ഹലോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പുതിയ പടം പവി കെയർ ടേക്കർ റിലീസായിരിക്കുന്നു. ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ ദിലീപ് ഏട്ടൻ്റെ സ്റ്റൈലിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡി മൂവി. അതിൽ ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ കുറച്ച് കോമഡി, കുറച്ച് ഇമോഷൻസ്, കുറച്ച് സ്റ്റൺസ്, നല്ല പാട്ടുകൾ, അങ്ങനെ കുറേ ഒരു യൂഷ്വൽ ദിലീപ് ഏട്ടൻ്റെ സ്റ്റൈലിലുള്ള കുറച്ച് പാക്കേജായിട്ടുള്ള ഒരു സിനിമ. ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. ഇപ്പോഴത്തെ യങ് യൂത്തന്മാരോടൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല. അത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആകെപ്പാടെ മാറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് തന്നെയാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ട് ആ ഒരു ഓളത്തിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലൊരു സിനിമ വരുമ്പം ചിലപ്പം നമ്മുടെ സീനിയേഴ്സിനും അതുപോലെ തന്നെ പിള്ളേർക്കും ഒക്കെ ശരിക്കും ഇഷ്ടപ്പെടും. കാരണം അതുപോലുള്ള കുറേ കോമഡി സീൻസ് ഉണ്ട്. പിള്ളേരൊക്കെ, കാരണം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിലും ഇരുന്നുള്ള പിള്ളേരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ചില സീൻസിലൊക്കെ എനിക്ക് ചിരി വന്നില്ല, എന്നാലും അവർ പൊട്ടിച്ചിരിക്കുമായിരുന്നു. സോ അതുപോലെ അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അവർക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. യൂത്തന്മാർക്ക് ചിലർക്ക് അക്സെപ്റ്റ് ആവാൻ ചിലവർക്ക് ആവത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാലും ടിപ്പിക്കൽ ദിലീപ് ഏട്ടൻ സ്ലാപ്സ്റ്റിക് കോമഡി. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേറെ അതിനകത്തൊരു മരപ്പട്ടിയുടെ സീനുണ്ടായിരുന്നു. അത് പ്യുവർ VFX ആണ്. അപ്പോൾ ആ VFX ചെയ്ത ടീമിനെ ഒരു ഹാറ്റ്സ് ഓഫ്. അല്ല, അടിപൊളി വർക്ക്, ഇഷ്ടപ്പെട്ടു. മലയാളം ഇൻഡസ്ട്രി അനുസരിച്ചും നമ്മുടെ ബജറ്റ് അനുസരിച്ചും നിങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കൈയ്യടി തന്നേ പറ്റൂ. പിന്നെ ഇതിനകത്തെ മ്യൂസിക്, നമ്മുടെ മ്യൂസിക്കാരാണ് നമ്മുടെ മിഥുൻ മുകുന്ദൻ, പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്പെഷ്യലി നമ്മുടെ ഒരു പാട്ടുണ്ട്, വെണ്ണില കന്യക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് നമ്മുടെ KS ഹരിശങ്കർ ആണ് പാടിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ആ പാട്ട് കേൾക്കാൻ. അതുപോലെ തന്നെ ഒരു ഓണപ്പാട്ടുണ്ട് നമ്മുടെ വിജയ് യേശുദാസ് പാടിയത്. അതും തിരക്കേടില്ല, കുഴപ്പമില്ല. അത്ര അങ്ങോട്ട് അടിച്ചുപൊളി ഓളമുള്ള പാട്ടല്ലെങ്കിലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫ് സിനിമ ഭയങ്കര സ്ലോ ആണ്, അത്രയും അങ്ങോട്ടൊന്നുമില്ല. പിന്നെ അത് തന്നെ നമ്മുടെ പൊതുവെ ഉള്ള ദിലീപ് ഏട്ടൻ്റെ സ്ലാപ്സ്റ്റിക് കോമഡി. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷൻസ് എല്ലാം കയറി വന്ന് കുറച്ച് ലവയങ്ങളൊക്കെ കാണിച്ച് അത് രസമുണ്ട്. നല്ല കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സിനിമ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂത്തന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പ്യുവർ ഫാമിലി ഓറിയൻറ്റഡ് മൂവി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റും. ഓൾറെഡി ഇപ്പം നമ്മുടെ പിള്ളേരുടെയൊക്കെ ഹോളിഡേയ്സ് സ്റ്റാർട്ടായി. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തായിരിക്കണം സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. പോയി കാണാൻ പറ്റി നല്ല സിനിമ. പിന്നെ വേറെ അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. പൊതുവേ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തോന്നും ചെറിയൊരു, നമ്മൾ ഇതിനു മുമ്പ് സിനിമ കണ്ടിട്ടുണ്ട് ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കുറേ സീക്വൻസുകൾ അതേപോലെ ഇങ്ങനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആവാമായിരുന്നു. ഇപ്പം ദിലീപ് ഏട്ടനെ സംബന്ധിച്ച്, ദിലീപ് ഏട്ടൻ നമ്മുടെ ജനപ്രിയ നടനാണ്. പുള്ളിക്ക് ആക്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലിമിറ്റും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം കുറച്ച് നമ്മുടെ ആ സോൺ വിട്ട് പുറത്ത് വന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത്, ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തമായി. സിനിമകളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇതേപോലെയുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. സോ ട്രൈ ടു ഫോളോ ദ ട്രെൻഡ് ആൻഡ് ബ്രിങ് സം attractive and trendy movies if possible. So that is the only advice I can say. I'm not sure if I can give you the advice, but still if പുതിയ കുറച്ച് ട്രെൻഡായിട്ടുള്ള മൂവീസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവരണം. എസ്പെഷ്യലി എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ, നമ്മുടെ വാളയാർ പരമശിവൻ, അതിൻ്റെ ഞാൻ പോസ്റ്റർ കണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അതിൻ്റെ 2ാം ഭാഗം വരാൻ പോവാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ദിലീപേട്ടനെ തീർച്ചയായും ചെയ്യണം. കുറച്ച് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരണം. അതൊക്കെ ശരിക്കും ജനങ്ങൾ ആസ്വദിക്കും. പറ്റുവാണെങ്കിൽ അത് ചെയ്യുക. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. സിനിമ പൊതുവെ കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമുണ്ട സിനിമ എന്ന് പറയത്തില്ല. പക്ഷേ ചില സ്ലോ ആണെന്നേ ഉള്ളൂ. പിന്നെ യൂഷ്വലി നമ്മൾ കാണുന്ന ദിലീപ് ഏട്ടൻ മൂവി, അത്രേ ഉള്ളൂ പറയാൻ. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയും മാത്രം. അടുത്ത റിവ്യൂ വരെ signing off for today. Thank you.